ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം മേനോൻ സംവിധാനം ചെയ്തൊരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റൂമർ പ്രകാരം നവംബർ മാസമായിരിക്കും ഇതിന്റെ OTT റിലീസ്. അടുത്തതൊരു മലയാളം മൂവിയാണ് വള. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ, വിജയരാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹർഷാദ് രചനയും മൊഹേഷിൻ സംവിധാനവും ചെയ്ത ഒരു കോമഡി മൂവിയാണ് വള. സൈന പ്ലേ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി കരം. നോബിൾ ബാബു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിശാഖ് സുബ്രഹ്മണ്യം, വിനീത് ശ്രീനിവാസൻ എന്നിവ നിർമ്മിച്ച് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കരം. മനോരമാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 7 മുതൽ ഈ മൂവി OTT റിലീസ് ചെയ്യും. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ആമസോൺ പ്രൈമിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ദി പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രണീഷ് വിജയൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല രീതിയിൽ കളക്ഷൻ നേടി മുന്നേറുന്ന സിനിമയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബറോടെ OTT എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഒരു മലയാളം സീരീസ് ആണ് കപ്ലിംഗ്. സർജാനോ ഖാലിദ്, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ പ്രമോദ് മോഹൻ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് വെബ് സീരീസ് ആണ് കപ്ലിംഗ്. മനോരമാക്സിലൂടെ നവംബർ 14 മുതൽ ഈ സീരീസ് റിലീസ് ചെയ്യും. ഇതൊരു മലയാളം മൂവിയാണ് സംഘർഷഘടന. വിഷ്ണു അഗസ്ത്യ, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷാന്ത് RK സംവിധാനം ചെയ്തൊരു ക്രൈം ഡ്രാമ മൂവിയാണ് സംഘർഷഘടന. സൺനെക്സ്റ്റിലൂടെ നവംബർ 14 മുതൽ ഈ മൂവി OTT റിലീസ് ചെയ്യും. അടുത്തതൊരു വെബ് സീരീസ് ആണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ഷാജു ശ്രീധർ, ജയൻ ചേർത്തല, ശ്രീജിത്ത് രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു SS സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി വെബ് സീരീസ് ആണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. നവംബർ 14 മുതൽ C5 ഈ സീരീസ് റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്ം നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം നവംബർ മാസം റിലീസിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രത്തീന രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ മനോരമാക്സ് സ്വന്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി നവംബർ മാസം പകുതിയോടെ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മൂവി ബാന്ദ്ര. ഉദയകൃഷ്ണൻ രചനയിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത് ദിലീപ്, തമന്ന ഭാട്ടിയ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബാന്ദ്ര. 2023 റിലീസായ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. നവംബർ മാസം ആദ്യവാരം OTT റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അടുത്ത മൂവി ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒരുപാട് നാളായി പ്രേക്ഷകർ ബസൂക്കയുടെ റിലീസിന് വേണ്ടി അക്ഷരം വരെ കാത്തിരിക്കുന്നത്. ബസൂക്കയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ മാസം പകുതിയോടെ റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതൊരു തമിഴ് മൂവിയാണ് ഡ്യൂട്ട്. ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഡ്യൂട്ട്. കീർത്തിശ്വരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രദീപ് രംഗനാഥൻ, മമിത ബൈച്ചു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 14 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ബ്ലാക്ക് ഫോൺ 2. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ബ്ലാക്ക് ഫോൺ 2. ഡിജിറ്റൽ പർച്ചേസിലൂടെയോ അല്ലെങ്കിൽ റെന്റ് ഓപ്ഷനിലൂടെയോ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഈ മൂവി അവൈലബിൾ ആണ്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ബാംബി ദ റെക്കണിംഗ്. ഒരു ബ്രിട്ടീഷ് ഹൊറർ ചിത്രമാണ് ബാംബി ദ റെക്കണിംഗ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഈ മൂവി OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി ചിത്രമാണ് ഏക് ചതുർനാർ. ഉമേഷ് ശുക്ല സംവിധാനം ചെയ്തൊരു കോമഡി ത്രില്ലർ ചിത്രമാണ് ഏക് ചതുർനാർ. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 7 മുതൽ ഈ മൂവി OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് മിത്രമണ്ഡലി. വിജയേന്ദർ S സംവിധാനം ചെയ്ത ഒരു തെലുങ്ക് കോമഡി എന്റർടൈനർ ചിത്രമാണ് മിത്രമണ്ഡലി. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഈ മൂവി OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് പ്രിമിറ്റീവ് വാർ. ഒരു ഓസ്ട്രേലിയൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഹൊറർ ചിത്രമാണ് പ്രിമിറ്റീവ് വാർ. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ നവംബർ 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ലഭ്യമാകും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് തമ്മ. ആദിത്യ സർത്താർ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി ഹൊറർ മൂവിയാണ് തമ്മ. മാഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാം ചിത്രമാണ് തമ്മ. ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്.
ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 16 മുതൽ റെന്റ് ഓപ്ഷനിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. ഇതൊരു തമിഴ് മൂവിയാണ്. ബൈസൺ കാലമാട്. ധ്രുവ് വിക്രം പശുപതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മാരി ശെൽവരാജ് രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ബൈസൺ കാലമാടൻ. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നവംബർ 14 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി സീരീസാണ് ദി ഫാമിലി മാൻ സീസൺ 3. മനോജ് ബാജ്പേയി, പ്രിയാമണി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജ് NDK രചനയും സംവിധാനവും നിർവഹിച്ചൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ് ഫാമിലി മാൻ സീസൺ 3. സീസൺ 2 റിലീസിന് ശേഷം പ്രേക്ഷകരുടെ നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സീസൺ 3 റിലീസിനെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ നവംബർ 21 മുതൽ ഈ സീരീസ് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് ആനിമേറ്റഡ് മൂവിയാണ് ഇൻ യുവർ ഡ്രീംസ്. ഒരു അമേരിക്കൻ ആനിമേറ്റഡ് അഡ്വഞ്ചർ ഫാന്റസി കോമഡി ചിത്രമാണ് ഇൻ യുവർ ഡ്രീംസ്. നവംബർ 14 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ജോളി LLB 3. അക്ഷയ് കപൂറിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുഭാഷ് കപൂർ സംവിധാനം ചെയ്തൊരു ലീഗൽ കോമഡി ഡ്രാമ ഫിലിമാണ് ജോളി LLB. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ 14 നെറ്റ്ഫ്ലിക്സിലൂടെയും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു വെബ് സീരീസ് ആണ് ഡൽഹി ക്രൈം സീസൺ 3. ഡൽഹി ക്രൈമിന്റെ സീസൺ 1, 2 എന്നിവ വൻ വിജയമായിരുന്നു. അതിനെ തുടർന്നാണ് മൂന്നാമത്തെ സീസണും എത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 13 OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ ഡ്രാമ സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ്. 3 പാർട്സ് ആയിട്ടാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് വോളിയം നവംബർ 27 സെക്കൻഡ് വോളിയം ഡിസംബർ 26 ഫൈനൽ എപ്പിസോഡ് 2026 ജനുവരി 1 OTTയിൽ റിലീസ് ചെയ്യുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതെല്ലാമെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അതോടൊപ്പം ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.